ഹലോ ഗായ്സ്, എൻ്റെ പേര് ആക്കിഫ് നിസ്താർ ഫ്രം പെർഫ്യൂം എക്സ്പ്ലോറർ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫസ്റ്റ് തന്നെ എല്ലാവരോടും സോറി പറയാനാണ്. വേറെ ഒന്നുമില്ല, നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി. എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല. ഒരുപാട് റീസൺസ് ഉണ്ട് അതിന്. മെയിനായിട്ട് പറയണത് വേറെ ഒന്നുമില്ല, വർക്ക് പ്രഷർ അല്ലെങ്കിൽ വർക്ക് ഉള്ളതുകൊണ്ടാണ്. അത്യാവശ്യം ഒരുപാട് സമയം അതിന് ചിലവാക്കേണ്ടി വരുന്നതുകൊണ്ട് എനിക്ക് ഇതിനു വേണ്ടി സമയം മാറ്റിവെക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ടയേർഡാണ് വീട്ടിലെത്തുമ്പോൾ. മാത്രമല്ല, നമ്മളിത് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൈൻഡ് ഫുൾ നല്ല പീസ്ഫുൾ ആണെങ്കിൽ മാത്രമേ നല്ല നല്ല കണ്ടൻറ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല പ്രസൻറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല അസ്വസ്ഥതയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ധൃതി പിടിച്ചൊന്നും വീഡിയോ ഇടാണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് പെർഫ്യൂംസൊക്കെ എൻ്റെ കയ്യിൽ ഷോർട്ട് ഉണ്ടായിരുന്നു. അതായത് അത്തേഴ്സ് കുറച്ച് കൂടുതലും പെർഫ്യൂം കുറച്ച് കുറവും, അതായത് EDP EDT ഒക്കെ കുറച്ച് കുറവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് നോക്കി സമാധാനമായിട്ടൊക്കെ നോക്കി വാങ്ങിച്ചിട്ട് ഇടാനുള്ള പ്ലാനിൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ അടുത്ത് ഞാൻ കുറച്ച് പെർഫ്യൂംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകാണ്ട് നമ്മൾ അതിൻ്റെയും ഇല്ല നമ്മൾ വീഡിയോസ് ചെയ്യും. അപ്പോൾ അതാണ് മെയിൻ ഫസ്റ്റ് പറയാനുള്ളത്. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എനിക്കൊരു വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൂമെൻ്റാണ്. നമ്മൾ ഒരു പുതിയൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രാഗ്മിയ എന്നാണ് അതിൻ്റെ പേര്, FRAGMIA. ഞാൻ സൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പുതിയൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തതാണ്. ഇതിൻ്റെ അണ്ടറിൽ ഒരുപാട് പ്രൊഡക്ട്സൊക്കെ വരും. പക്ഷെ നമ്മൾ ഇനീഷ്യലി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 3 ടൈപ്പ് ഓഫ് ബുഹൂർ അല്ലെങ്കിൽ ബഹൂർ വെച്ചിട്ടാണ്. നമ്മുടെ ഊതിൻ്റെയൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ പോലെ, അതായത് റൂം ഫ്രഷ്നർ, ഇൻസെൻസ് എന്നൊക്കെ പറയൂലേ, ആ ഒരു ടൈപ്പ് കാറ്റഗറിയാണ്. അപ്പോൾ വീട്ടിൽ നല്ല അടിപൊളി ഫ്രാഗ്രൻസും നല്ലൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആയിട്ടുള്ള അതേപോലത്തെ ഒരു വൈബിൽ വരുന്ന കുറച്ച് ഫ്രാഗ്രൻസ് ഇട്ടിട്ടാണ് നമ്മൾ ഫസ്റ്റ് ബുഹൂർ മേക്ക് ചെയ്തേക്കുന്നത്. അതും പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബുഹൂറാണ്. അപ്പോൾ അതിൻ്റെ ഒരു 3 വെറൈറ്റി ബുഹൂറാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 3 ടൈപ്പ് ഓഫ് ബഹൂറാണ് അല്ലെങ്കിൽ ബുഹൂറാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരാം. അതായത് ഓരോന്നിൻ്റെയും പ്രൈസ് റേഞ്ച് അനുസരിച്ച് ഞാൻ അങ്ങനെയാണ് പോകുന്നത്. അതായത് കുറഞ്ഞ റേറ്റ് മുതൽ പ്രീമിയം റേറ്റ് വരെ, അങ്ങനെ 3 ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് വരുന്ന പ്രൊഡക്റ്റാണത്. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക്, ഫസ്റ്റ് ഞാൻ ബ്രാൻഡിൻ്റെ ഇത് കാണിക്കണ്ടേ. ഇതാണ് ബ്രാൻഡ് കേട്ടോ, ഫ്രാഗ്മിയ. ജസ്റ്റ് ഇത് ഫസ്റ്റ് കാണിക്കുന്നതാണ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റാണ്, ഫ്രാഗ്മിയയുടെ ബുഹൂർ ഇസ്മ എന്നാണ് ഫസ്റ്റ് നമ്മൾ ഒരു പ്രൊഡക്റ്റിന് പേര് കൊടുത്തേക്കുന്നത്. ബുഹൂർ ഇസ്മ, ബുഹൂർ അല്ലെങ്കിൽ ബഹൂർ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പാക്കിംഗ് ആണ്. കാരണം ഇതിൻ്റെ പാക്കിംഗ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് നമ്മൾ എഫേർട്ട് ഇതിനെടുത്തിട്ടുണ്ട് ഈ ഒരു പാക്കിങ്ങിന് വേണ്ടി. കാരണം നമ്മുടെ നജാസ് എന്ന് പറഞ്ഞൊരു ഡിസൈനറാണ് നമുക്ക് ചെയ്തു തന്നത്. നജാസ് NJ വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇത് പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ലക്ഷറി ഫീൽ വരാൻ വേണ്ടി നല്ല പ്രീമിയം ഡിസൈനിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല എക്സ്പെൻസും നല്ല കോസ്റ്റ് വരുന്ന ഡിസൈനാണ് നമ്മൾ ഓരോന്നിനും പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. കണ്ടു, നല്ലൊരു പ്രീമിയം UVയും ഗോൾഡൻ ഫോയിലും എല്ലാം വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ കെയർ, മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. ഇതേ മെയിലിൽ നമ്മൾ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താഴത്തെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളുണ്ട്. ഇത് പ്രൈസ് വരുന്നത് 590 ആണ്. 50 ഗ്രാംസിൻ്റെ പാക്കറ്റാണ്. ഓക്കെ, താഴത്തൊരു ചെയ്തിട്ടുണ്ട് അപ്രോക്സ് 50 ഗ്രാംസ് വെൻ പാക്കറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബുഹൂറാണ് ഫസ്റ്റ് വരുന്നത്. ഞാനിത് ബുഹൂർ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ പീസസൊക്കെ നമുക്കറിയാം. അപ്പോൾ ഞാൻ അതിൻ്റെ എങ്ങനെയാണ് തുറക്കുമ്പോൾ ഫീൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഞാൻ പാക്കറ്റ് ഒന്നും പൊട്ടിക്കുന്നില്ല. കാരണം അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും, ബുഹൂർ ചെറിയൊരു പീസാണ്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്നെടുത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അത് അൺബോക്സ് ചെയ്യുമ്പോൾ, ഒരു പാക്കറ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ ഉള്ള ഫീല് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. കാരണം അത് ഞാൻ എനിക്കൊന്ന് എൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഇടാം, നിങ്ങളത് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ്. കാരണം ഇതിൻ്റെ അകത്ത് അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് എൻ്റെ ഉള്ളത് സാമ്പിളാണ്. ഞാൻ സാമ്പിൾ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബോക്സാണിത്. ശരിക്കും തുറക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് നിങ്ങൾ അൺബോക്സ് ചെയ്യുമ്പോൾ കാണാൻ പോകുന്നത് നമ്മളൊരു താങ്ക്സിൻ്റെ ഒരു കാർഡ്, അതുപോലെ തന്നെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്, ഹൗ ടു യൂസ് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ്, ഇലക്ട്രിക് ബേർണറിലും അതേപോലെ തന്നെ ചാർക്കോൾ ബേർണറിലും എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഒരു ചാർക്കോൾ ഫ്രീ ഉണ്ട്, ഒരു സ്പൂണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. 50 ഗ്രാംസിൻ്റെ പാക്കറ്റും. അപ്പോൾ അത് തുറക്കുമ്പോൾ ഉള്ള ഫീൽ ഞാൻ പറ്റിയാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കാണിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തണം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഈ ബുഹൂർ ഇസ്മ എന്നുള്ളത്, ഇസ്മ എന്ന് പറയുമ്പോൾ ഹയർ പൊസിഷൻ അങ്ങനത്തെ ഒരു അർത്ഥമാണ് അതിന് വരുന്നത്. അതിന് മുമ്പ് ബ്രാൻഡിൻ്റെ അർത്ഥം നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഫ്രാഗ്മിയ എന്താണ് അത് ഉദ്ദേശിച്ചത്? അത് ഫ്രാഗ്രൻസിൻ്റെ ഫ്രാഗ്, FRAG, അത് നമ്മൾ എടുത്തിട്ട് അറബ്സൊക്കെ വരുമ്പോൾ പൊതുവേ അവർ പ്രൊഡക്റ്റൊക്കെ ചോദിച്ച് അടിപൊളി പ്രൊഡക്റ്റ് ആണോ, 100% പെർഫെക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി അവരൊരു ടേം യൂസ് ചെയ്യാറുണ്ട്. അതായത് അവർ പറയാറുള്ളത് മിയ എന്ന് ചോദിക്കും. അതായത് ബെസ്റ്റ് ആണോ സൂപ്പർ ആണോ എന്നുള്ളൊരു അർത്ഥമാണ് അവരതിൽ മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് അങ്ങനെ ഒരു അർത്ഥമുള്ളതുകൊണ്ടാണ് ഫ്രാഗ്മിയ, അതായത് നല്ല ബെസ്റ്റ് ഫ്രാഗ്രൻസ് നമ്മൾ കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആ ഒരു ടേം ഇട്ടേക്കുന്നത്.
അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. പിന്നെ ഇത് ഇസ്മ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണ്, അതായത് ഇസ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അറബിക് ഫ്രാഗ്രൻസ് ആണ്. എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഊതിൻ്റെയോ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല. ചെറിയൊരു ഗ്രീനി അല്ലെങ്കിൽ എന്താ പറയുക ഒരു നാച്ചുറൽ ഒരു ഫീൽ നമുക്ക് കിട്ടും. എന്നാൽ പോലും അതിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രഷ് സ്മെല്ല് നിങ്ങൾക്ക് വേണം. എന്നാൽ ഭയങ്കര സ്ട്രോങ് ആവാനും പാടില്ല, വലുതായിട്ട് ഇതൊന്നും വേണ്ട, ലൈറ്റ് ഒരു ഫ്രാഗ്രൻസ് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫ്രാഗ്രൻസ് ആണ് ബുഹൂർ ഇസ്മ. എൻ്റെ എല്ലാ ബുഹൂറും നമ്മൾ പറയുന്നത്, അതായത് നിങ്ങൾക്ക് ഫീൽ കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ റൂമൊക്കെ ആണെങ്കിൽ ഇലക്ട്രിക് മെഷീൻ യൂസ് ചെയ്യാനാണ് ഏറ്റവും ഉത്തമം. കാരണം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ നോട്ട് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ അത് ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്നുള്ളത് ക്ലീൻ ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇലക്ട്രിക് യൂസ് ചെയ്യാൻ പറയുന്നത്. ചാർക്കോൾ യൂസ് ചെയ്യേണ്ട കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചാർക്കോൾ ആകുമ്പോൾ ചെറുതായിട്ട് ആ ഒരു കരിഞ്ഞൊരു മണം ചെറുതായിട്ടൊന്ന് കയറും. എന്നാൽ പോലും വലിയ ഹോളൊക്കെ ആണെങ്കിൽ ചാർക്കോൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. കാരണം എന്നാൽ മാത്രമേ അത് വൈഡ് എത്തുകയുള്ളൂ. അത് മാത്രമല്ല വലിയ ഹോളാണെങ്കിൽ നിങ്ങൾക്ക് ആ ചെറിയൊരു ബേണിങ്ങിൻ്റെ ഒരു കരിയുടെ മണമൊന്നും നിങ്ങൾക്ക് വരില്ല, കറക്റ്റായിട്ടുള്ള ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇലക്ട്രിക്കൽ യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത് ഇസ്മ എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. വീട്ടിൽ എന്തെങ്കിലും ഫ്രാഗ്രൻസ് വേണം എന്നാൽ വലിയൊരു സംഭവം വേണ്ട, ഒരു മീഡിയം ലെവലിലുള്ള അല്ലെങ്കിൽ നോർമൽ ഒരു ഫ്രാഗ്രൻസ് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ബുഹൂറാണ് ബുഹൂർ ഇസ്മ. അതുകൊണ്ട് ഒട്ടും നോർമൽ എന്നല്ല, അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഫ്രാഗ്രൻസ് ആണ്, നല്ലൊരു ക്വാളിറ്റി ഒരു സ്വീറ്റ് ആയിട്ടുള്ള ലൈറ്റ് സ്മെല്ലാണ് ഇവർ ബുഹൂർ ഇസ്മ കൊടുക്കുന്നത്. അടുത്തത് പറയാൻ പോകുന്നത് അടുത്ത പ്രൈസ് റേറ്റുള്ള പ്രോഡക്റ്റാണ്, അതായത് ബുഹൂർ മിറാജ്. എല്ലാത്തിനെയും നിങ്ങൾ പാക്കിംഗ് നോക്കിക്കോ, സെയിം പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്തേക്കുന്നത് കണ്ടോ, സെയിം പാറ്റേൺ ആണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1200 ആണ് 50 ഗ്രാംസിന്. ഇത് ഓരോ പ്രൊഡക്റ്റും ആ ഒരു പ്രൈസിന് വേർത്താണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാം. കാരണം നമ്മൾ മാക്സിമം നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഓരോന്നിൻ്റെയും കോസ്റ്റ് ഫിക്സ് ചെയ്തത്. കാരണം അതിൻ്റെ ഓയിൽസ് എല്ലാം വളരെ എക്സ്പെൻസീവാണ്, എക്സ്പോർട്ടിങ് ക്വാളിറ്റിയാണ്. പുറത്ത് അയക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ബൾക്കിൽ എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പോർട്ടിങ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ബുഹൂർ മിറാജ് എന്ന് പറയുമ്പോൾ മിറാജോട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല. മിറാജ് എന്ന ആ ഒരു ടേം വന്നത് ശരിക്കും നമ്മളുടെ ഇപ്പോൾ ഇസ്ലാം റിലീജിയനിൽ പറയുന്നത് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ഒരു യാത്രയുണ്ട്, ഒരു യാത്രയുണ്ട്. ആ ഒരു യാത്രയെ പറ്റി, അതായത് നമുക്ക് കുറേ ബിലീവേഴ്സിന് മനസ്സിലാവും അതിൻ്റെ വിഷയങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. മിറാജിൻ്റെ രാത്രി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു രാത്രി നമുക്ക് നമ്മുടെ പ്രേയറും അതൊക്കെ നമുക്ക് കിട്ടിയത് മനസ്സിലായി. വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം, കറക്റ്റ് അതിൻ്റെ വല്ല ഡീറ്റെയിൽസ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക, അറിയാവുന്നവർ മനസ്സിലാക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു മിറാജ് എന്നുള്ള ഒരു ഭക്തി എന്നുള്ളൊരു കണ്ടന്റ് ഞാൻ അതിൽ മീൻ ചെയ്യണത്, അതായത് ഭക്തിയായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു റിലീജിയസ് ആ ഒരു ഫീലില്ലേ, ഒരു സ്പിരിച്വൽ ഫീല്, അങ്ങനത്തെ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബുഹൂറാണ് ബുഹൂർ മിറാജ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നേരത്തെ നമ്മളുടെ ബുഹൂർ ഇസ്മയിൽ അറോമ, ഇതിനാണോ എല്ലാത്തിൻ്റെയും താഴത്തൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതായത് പേരല്ല, ഒരു വേർഡ് പോലെ, ഒരു സെൻറ്റൻസ് പോലെ, അറോമ ഫോർ യു, ഒരു ക്യാപ്ഷൻ പോലെ ഞാൻ കൊടുത്തേക്കുന്നതാണ്, ഒരു ടൈറ്റിൽ പോലെ എന്നൊക്കെ പറയൂലേ ക്യാപ്ഷൻ. അപ്പോൾ അറോമ ഫോർ യു എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും പറ്റിയൊരു ഫ്രാഗ്രൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ഒരു ടേം കൊടുത്തത്. ഇപ്പോൾ ഇവിടെ അടുത്ത് പറയുന്നത് അറോമ ഫോർ ദി സോൾ. ഇതിൻ്റെ അറോമ നമ്മളുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മളുടെ സ്പിരിച്വൽ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു ടേം യൂസ് ചെയ്തേക്കുന്നത്, അറോമ ഫോർ ദി സോൾ. അപ്പോൾ കുറച്ച് ഭക്തിയായിട്ടും ഇപ്പോൾ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, രാവിലെ ഒരു 4 മണിക്കൊക്കെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ ഭയങ്കര ഭക്തിയായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ ഓരോന്നിനും ആ ഒരു വൈബ് മനസ്സിലായി, ആ ഒരു റിലീജിയസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ച് സ്ട്രെങ്ത്ത് കൂടിയ ഫ്രാഗ്രൻസ് ആണ്, ഒരു അറബിക് ഫ്രാഗ്രൻസ് ആണ്, എന്നാൽ അത്യാവശ്യം ലക്ഷറി ഫീൽ ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസും കൂടിയാണ്. ഇതും നിങ്ങൾ ഇതേപോലെ ഇലക്ട്രിക്കലി ബേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ മെഷീനിൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫ്രാഗ്രൻസ് കിട്ടും. കുറച്ച് ടൈറ്റ്നെസ് ഉള്ള ഫ്രാഗ്രൻസ് ആണ്, എന്നാൽ പോലും അത്യാവശ്യം ലാസ്റ്റിങ് നിൽക്കും. നിങ്ങളുടെ ആ റൂമിലേക്ക് കുറേ നേരത്തേക്ക്, ഇപ്പോൾ ഈ ക്ലോസ്ഡ് റൂമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരുപാട് നേരത്തേക്ക് അതിൻ്റെ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ അതിൻ്റെ അറോമ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ റൂമിൽ. അപ്പോൾ അങ്ങനെ ഒരു ഫ്രാഗ്രൻസ് ആണ് ബുഹൂർ മിറാജ് എന്ന് പറയുന്നത്. കുറച്ചൊരു ഭക്തിയായിട്ടുള്ള എന്നാൽ ഒരു ലക്ഷറി ഫീൽ ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ്, ഒരു അറബിക് ഫ്രാഗ്രൻസ് ആണ്. ഈ അറബ്സിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലൊക്കെ കുറച്ചൊരു പ്രീമിയം ഫീൽ ആയിട്ട് തോന്നുന്ന കുറച്ച് ഫ്രാഗ്രൻസ് ഉണ്ട്. അതേപോലെ ഒരു കാറ്റഗറിയാണ് ബുഹൂർ മിറാജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, നിങ്ങളത് ഒരെണ്ണം കൂടെ ഉള്ളിൽ പറയാനായിട്ട്. കാരണം ഒറ്റയടിക്ക് ആ ഒരു 3 ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ അങ്ങനെ മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, അതാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫുള്ള് കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. അടുത്ത പറയാൻ പോകുന്നത് നമ്മുടെ തേർഡ് അല്ലെങ്കിൽ ഏറ്റവും പ്രൈസ് കൂടിയതും കുറച്ച് ലക്ഷറി അധികം പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ബുഹൂർ ബാരിനാർ. അപ്പോൾ ഇതിന് ആക്ച്വലി ഇത് കച്ചി ലാംഗ്വേജ്, ഈ പേര് ബാരിനാർ എന്ന് പറയുന്നത് ആക്ച്വലി കച്ച് ലാംഗ്വേജിൽ
അത് എഴുതാൻ പറ്റില്ല, പറയാനേ പറ്റുള്ളൂ, കച്ചി എന്ന് പറയുന്ന ഭാഷ. അപ്പോൾ ആ ഭാഷയിൽ കത്തിച്ച് നോക്കാൻ പറയണതിൻ്റെ ഒരു വേർഡാണ്. അതായത് കത്തിച്ച് നോക്കുന്നതെന്ന് പറയൂലേ, ഒന്ന് കത്തിച്ച് നോക്കുമെന്ന് പറയൂലേ, ആ ഒരു വേർഡിനെ ആ ഒരു സെൻറ്റൻസിൽ നമ്മൾ എടുത്തിട്ട് ഒരു വേർഡാക്കി മാറ്റിയതാണ് ഭാര്യനാർ എന്നുള്ളത്. അവരങ്ങനെയാണ് പറയണത്, ഭാര്യനാർന്നേ പറയുള്ളൂ. അതായത് കത്തിച്ച് നോക്കുന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഇട്ട പേരാണ്, പക്ഷെ അത്യാവശ്യം നല്ലൊരു ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നൊരു പേരായിരിക്കും. കാരണം ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ടോപ്പ് സെല്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ബുഹൂർ ഭാര്യനാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് ചെയ്തിരിക്കുന്നത്, താഴത്ത് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് അറോമ ഫോർ ഓൾ സെലിബ്രേഷൻസ്. അതായത് എന്ത് ഒക്കേഷൻ ഉണ്ടെങ്കിലും, ഒരു പാർട്ടി മൂഡ്, വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ ഹോളുകളിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ലൊരു ഹാപ്പി ഫീൽ ആയിരിക്കും ഇതിൻ്റെ ഫ്രാഗ്രൻസ് സ്നിഫ് ചെയ്യണവർക്ക്. കാരണം നല്ലൊരു എൻജോയബിൾ ഫ്രാഗ്രൻസ് ആണ്, നല്ല സ്വീറ്റി ആണ്. ഇത് കംപ്ലീറ്റ്ലി അറബിക് ഫ്രാഗ്രൻസ് അല്ല, ഇത് ചെറിയൊരു യൂറോപ്യൻ ടച്ച് മിക്സ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് ബുഹൂർ ഭാര്യനാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്, ബോക്സ് ഇതൊക്കെ സെയിം തന്നെയാണ്, ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 1500 ആണ് 50 ഗ്രാംസിന്. പക്ഷേ ട്രസ്റ്റ് മീ, പ്രൊഡക്റ്റ് എല്ലാം ഓരോ പ്രൈസിൻ്റെയും വേർത്ത് ആയിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും വിലക്ക് അത്രയും പോരാ എന്ന് നിങ്ങൾക്ക് തോന്നില്ല. കാരണം എല്ലാത്തിനും അതിൻ്റേതായ ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് റിവ്യൂവേഴ്സിനൊക്കെ നമ്മൾ അയച്ചു കൊടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞത് പോസിറ്റീവ് ഒപ്പീനിയനാണ്. കാരണം അവർ പറയണത് വലിയ വലിയ ബ്രാൻഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു ഫ്രാഗ്രൻസ് അവർക്ക് ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയാൻ കാരണം. അപ്പോൾ ബുഹൂർ ഭാര്യനാർ ഇത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു അറബിക് ചെറുതായിട്ടുണ്ട്, എന്നാൽ പോലും ഒരു യൂറോപ്യൻ ടച്ചാണ്. നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള, നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു ഷോറൂമുകൾ. പൊതുവേ നമുക്ക് ഒരുപാട് ഏറ്റവും കൂടുതൽ പോയേക്കുന്നത് ഷോറൂംസിലൊക്കെയാണ്. റെസ്റ്റോറൻറ്റ്സിലും മെൻസ് വെയറും ലേഡീസ് വെയറിലൊക്കെ ഒരുപാട് പേര് അവരുടെ ഷോറൂമിലൊക്കെ നല്ല പോസിറ്റീവ് ഒരു എനർജി. കാരണം ഒരു കസ്റ്റമർ കയറി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർക്കൊരു ഇപ്പോൾ പുറത്തുനിന്നൊരു കസ്റ്റമർ കടയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു ചീത്ത ഒരു മുഷിപ്പ് മണം ഉണ്ടെങ്കിൽ അവർ കയറുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥമായിരിക്കും. അതേസമയം നിങ്ങൾ ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എനർജി, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു സന്തോഷം അവരെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു 3 ബുഹൂറാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ബുഹൂർ ഇസ്മ, ഒന്ന് ബുഹൂർ മിറാജ്, ഒന്ന് ബുഹൂർ ഭാര്യനാർ. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ബുഹൂറാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, നല്ല പ്രീമിയം ആയിട്ടുള്ള ബുഹൂർ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് കൊറിയറൊക്കെ അയക്കുമ്പോൾ ഇതേപോലത്തെ പാക്കേജിലായിരിക്കും വരുന്നത്. നല്ലൊരു ഫുൾ പാക്ക് ചെയ്തിട്ടായിരിക്കും ഇത് പ്രൊഡക്റ്റ് വരുന്നത്. ഞാൻ ജസ്റ്റ് സാമ്പിൾ തന്നെയാണ് അങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ അൺബോക്സ് ചെയ്യുന്നതിനെക്കാട്ടും ഞാൻ ഇൻസ്റ്റാഗ്രാം അൺബോക്സ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് നിങ്ങൾ തന്നെ അത് അൺബോക്സ് ചെയ്ത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഫീൽ കിട്ടുന്നത്. നിങ്ങളെല്ലാവരും വാങ്ങിച്ച് നോക്കാൻ പറ്റുന്നവർക്ക് വാങ്ങിച്ച് നോക്കുക. നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എവിടെയും നിങ്ങളത് ഷെയർ ചെയ്യാൻ നിങ്ങൾ അൺബോക്സിങ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാഗ് ചെയ്ത് ഇടുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ. താഴത്ത് ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മളത് ഷെയർ ചെയ്യാനും പറ്റും. നമുക്ക് ഓരോരുത്തരെ അതൊരു ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും, ഓരോരുത്തർ അൺബോക്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു 3 കാറ്റഗറി നിങ്ങളൊന്നും കൂടി വീഡിയോ കണ്ടു നോക്കുക മൊത്തത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്, ആ ഒരു ഫ്രാഗ്രൻസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാവരും നമ്മൾ വേറെ കുറച്ച് ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് സാമ്പിളിങ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ. ഇപ്പോൾ ഞാൻ കൺഫേം ചെയ്യണില്ല, നോക്കിയിട്ടും കുറച്ചും കൂടെ ചെയ്തിട്ട് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. കുറച്ച് ലെങ്തി വീഡിയോ ആണെന്നറിയാം, എന്നാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾ വാങ്ങിച്ചു തരാൻ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അതേപോലെ കമൻറ്റ് ഇട്ടാലും മതിയാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.